നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. പഞ്ചമി മൂന്നാമതും ഗർഭം ധരിച്ചു. ഒരു ദിവസം അവൾ വരരുചിയോട് ചോദിച്ചു, സ്ത്രീക്ക് സംസ്കൃതത്തിൽ അബല എന്നുകൂടി പേരുണ്ടില്ലേ? ഉണ്ട്. പുരുഷന് കൂടുതൽ ബലമുള്ളതുകൊണ്ടാണോ സ്ത്രീ അബലയായത്? പഞ്ചമി, ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ. പഞ്ചമി പൊട്ടിക്കരഞ്ഞു. അവർ ഒരു മലയുടെ താഴ്വാരത്തിലെത്തി. അതാ മലയിൽ നിന്നും വെള്ളച്ചാട്ടം, നമുക്കങ്ങോട്ട് പോകാം, പഞ്ചമി പറഞ്ഞു. രണ്ടുപേരും വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. ഉയരത്തുനിന്നും വെള്ളം അതിശക്തിയോടെ താഴേക്ക് നിപതിക്കുന്നു. പഞ്ചമി ആ കാഴ്ച നോക്കി നിന്നു. ഞാൻ ഈ വെള്ളച്ചാട്ടത്തെപ്പറ്റി ആലോചിക്കുകയാണ്, പഞ്ചമി പറഞ്ഞു. എന്താ ആലോചിക്കുന്നത്? താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന് വല്ല ലക്ഷ്യവുമുണ്ടോ? ഉണ്ട്. താഴേക്ക് വീഴുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ലക്ഷ്യം. വരരുചി സ്വാഭാവികത കലർന്ന സ്വരത്തിൽ പറഞ്ഞു. ജലം വന്ന് വീഴുന്നത് താഴെ മണ്ണിലാണ്. ആ ആഘാതം താങ്ങുന്നത് എപ്പോഴും മണ്ണാണ്. ശരിയാണ് പഞ്ചമി. ആഘാതം സഹിക്കാൻ വേണ്ടി മാത്രം മണ്ണിവിടെ രൂപം കൊണ്ടു, അല്ലേ? പഞ്ചമിയുടെ ശബ്ദം അല്പം ഉച്ചത്തിലായി. വരരുചി തളർന്ന ഒരു നോട്ടം ഭാര്യയുടെ നേർക്കയച്ചു. അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. പഞ്ചമി ചിന്തിക്കുകയായിരുന്നു. താൻ പ്രസവിച്ച കുഞ്ഞിന് മുല കൊടുക്കാനുള്ള അവകാശം പോലും അമ്മയ്ക്കില്ലേ? ആ കുഞ്ഞിനു വേണ്ടി ഒരു താരാട്ട് പാടാനുള്ള അവകാശം പോലും അവൾക്കില്ലേ? സൃഷ്ടി നടത്തുക എന്നുള്ളത് മാത്രമാണോ അച്ഛൻ്റെ കർത്തവ്യം? തന്നിൽ നിന്നും ജന്മം കൊണ്ട സന്തതികളെ സംരക്ഷിക്കാനുള്ള ബാധ്യത പിതാവിനില്ലേ? അവർ ഒരു വഴിയമ്പലത്തിൽ എത്തി. പഞ്ചമിക്ക് പേറ്റുനോവ് തുടങ്ങിയിരുന്നു. എനിക്ക് ദാഹിക്കുന്നു, എൻ്റെ അമ്മേ. വരരുചി അവിടെ കണ്ട മൺകുടത്തിൽ നിന്നും സംഭാരമെടുത്ത് പഞ്ചമിക്ക് കൊടുത്തു. അവൾ ആർത്തിയോടെ സംഭാരം കുടിച്ചു. പഞ്ചമി കിടന്നു. വരരുചി മുറ്റത്തിറങ്ങി നിന്നു. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. പെട്ടെന്ന് കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ആൺകുഞ്ഞാണ്. കുട്ടിക്ക് വായുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. പഞ്ചമിയുടെ ക്ഷീണിച്ച സ്വരം. എങ്കിൽ കുട്ടിയവിടെ കിടന്നോട്ടെ, വരൂ, നമുക്ക് പോകാം. പഞ്ചമി ഇത്തവണ കരഞ്ഞില്ല. ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയതുമില്ല. പക്ഷെ അവളിൽ നിന്നും ദീർഘനിശ്വാസങ്ങൾ ഉയർന്നു. എന്താ നിൽക്കുന്നത്? വരൂ. പഞ്ചമി തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ ശ്രദ്ധിച്ചു. തിരിഞ്ഞു നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്നവൾ ദീനഭാവത്തിൽ ചോദിച്ചു, ഈ രാത്രി മാത്രം എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് കിടന്നോട്ടെ? സാധ്യമല്ല. നമുക്കുടൻ സ്ഥലം വിടണം. കുഞ്ഞ് ജീവിച്ചോളും, ദൃഢസ്വരത്തിൽ വരരുചി പറഞ്ഞു. കുഞ്ഞ് പിടഞ്ഞു പിടഞ്ഞ് കരഞ്ഞു. പറയിപെറ്റ പന്തിരുകുലത്തിലെ മൂന്നാമത്തെ സന്താനം ജനിച്ചിരിക്കുന്നു. പെരുന്തച്ചൻ അഥവാ ഉളിയന്നൂർ തച്ചൻ. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. വായിച്ചത് പ്രീതി.